അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറഞ്ഞു, വലീമയിലേക്ക് വരുന്നവർ സാധുക്കളെ തടയപ്പെടുകയും അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ വിസമ്മതിക്കുന്നവർ ധനികന്മാർ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ, ഒരു കല്യാണത്തിന് വിളിക്കുമ്പോ പണക്കാരെ മാത്രമേ വിളിക്കത്തുള്ളൂ, പാവങ്ങളെ വിളിക്കൂല. വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ പണക്കാരെ മാത്രം വിളിക്കുന്നവർ പാവങ്ങളെ തടയും. അല്ലെങ്കിൽ പാവങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പോകാൻ പറ്റിയ പരിപാടിയൊന്നുമല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ധനികന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും മോശമായ ഭക്ഷണമാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവങ്ങളെ വിളിക്കാത്ത കല്യാണം. എങ്ങനെ? പാവപ്പെട്ടവരായതിന്റെ പേരിൽ വിളിക്കുകയില്ല, പണക്കാരന്മാർക്ക് മാത്രമുള്ള ഫംഗ്ഷൻ. ഇനി പാവപ്പെട്ടവൻ വന്നാൽ അവനെ തടയും, അല്ലെങ്കിൽ പാവപ്പെട്ടവനെ വിളിച്ചു കഴിഞ്ഞാൽ പണക്കാരൻ കയറത്തില്ല. അവിടെ പോണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത് ഏറ്റവും മോശമായ ഭക്ഷണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലവനും ക്ഷണത്തിന് ഉത്തരം നൽകിയില്ലെങ്കിൽ അവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോഴും പോകണ്ട എന്നല്ല പറഞ്ഞത്. ഇത് മനസ്സിലായി? ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ? അപ്പോഴും പോകണ്ട എന്നല്ല പറഞ്ഞത്, ഭക്ഷണമാ പറഞ്ഞത്. ഏറ്റവും മോശമായ ഭക്ഷണം എന്നാ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇത് ഒരുപാട് കാര്യങ്ങളും നിയമങ്ങളും ഇതിനകത്തുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത്, അതിഥിയായി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു അതിഥി ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ചാടിക്കേറി വീടുകളിൽ പോകുന്നവരുണ്ട്. കൂടപ്പറപ്പിന്റെയും കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും വീട്ടിലേക്ക് പെരുന്നാൾ വരുമ്പോഴും നബിദിനം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷ ദിനങ്ങൾ വരുമ്പോൾ, ഒരു ഞായറാഴ്ച വരുമ്പോൾ പോകുന്നവരുണ്ടല്ലോ. അപ്പൊ നബിതങ്ങൾ പഠിപ്പിക്കുകയാ, ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അതിന് മര്യാദയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര എണ്ണം? 5 മര്യാദകൾ. എത്ര എണ്ണം? 5 മര്യാദകൾ. ഈ മര്യാദ പാലിച്ചുകൊണ്ട് വേണം പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്യ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്ക് സലാം പറയുകയും, എങ്ങനെ? നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നുകാരായി പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ സലാം പറയണം. ആ വീട്ടുകാരോട് നമ്മൾ സലാം പറയുകയും അകത്തേക്ക് കടക്കുവാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, നീ ഒരു വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോൾ നീ ആ വീട്ടുകാരോട് നീ സലാം പറയണം. 2, നീ അനുവാദം ചോദിക്കണം. 2, നീ അനുവാദം ചോദിക്കണം. വീട്ടിലേക്ക് കയറുക എന്ന് അവർ പറഞ്ഞാലല്ലാതെ നീ വീടിനകത്ത് കയറാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. فإن لم تجدوا فيها أحد فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വ്യക്തമായി പറയുകയാണ്, നിങ്ങളൊരു വീട്ടിലേക്ക് കടന്നു പോയാൽ നിങ്ങൾ ആ വീട്ടുകാരോട് സലാം പറയണേ. നിങ്ങൾ അവരോട് കയറുന്നതിന് വേണ്ടി അനുവാദം ചോദിക്കണേ. അവൻ അനുവാദം തന്നാൽ മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് കയറാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറാതെ നിങ്ങൾ മടങ്ങണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ പോയാൽ നിങ്ങൾ സലാം പറ.
രണ്ട്, നിങ്ങൾ അനുവാദം ചോദിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇന്നത്തെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? അനുവാദം ഒന്നും ആരും ചോദിക്കൂല്ലടോ. ബെല്ല് പോലും അടിക്കാറില്ല. നേരെ അകത്ത് പോയി അടുക്കളയിൽ പോയി അസ്സലാമു അലൈക്കും. മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അനുവാദം ചോദിക്കാതെ, ഇത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചിലപ്പോ അവർ ഔറത്ത് മറച്ചിട്ടുണ്ടാകണമെന്നില്ല. സ്വന്തം വീടാ, ആരുമില്ല. ചിലപ്പോ തലേ തുണി ഇടണമെന്നില്ല. ചിലപ്പോ മാക്സി ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ അകത്ത് ആരുമില്ലാത്തത് കാരണം അവർ കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ, അതുകൊണ്ടാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിന്റെ മുന്നിൽ ചെന്ന് ബെല്ലടിച്ചിട്ട് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കാതെ മാറി നിൽക്കാൻ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിച്ചിട്ട് എന്ത് ചെയ്യണം? വീടിന്റെ വാതിലിൽ മുട്ടിയിട്ട് വാതിലിന്റെ നേരെ തന്നെ നിൽക്കരുതൊന്ന് മാറി നിൽക്കണം. കാരണം പെട്ടെന്ന് വന്ന് വാതിൽ തുറക്കാം. ചിലപ്പോ ആ സമയത്ത് എല്ലാവരും പണ്ടത്തെ പോലെ തലയൊക്കെ മറച്ചിട്ടായിരിക്കും. ഇല്ല, അതങ്ങനെ പടച്ചോനെ ജനലിൽ കൂടെ നോക്കാ ഒളിഞ്ഞ് ഇങ്ങനെ ബെല്ലടിച്ചിട്ട് നോക്ക, ആരെങ്കിലും ഉണ്ടോ? നമ്മൾ നോക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാത്രിയിൽ ഭരണാധികാരിയായിരിക്കും, ഇങ്ങനെ ഇറങ്ങി നടക്കും. ഒരിക്കൽ ഇങ്ങനെ പോകുമ്പോ ഗാനമേള കേൾക്കുന്നു, പാട്ട് കേൾക്കുന്ന ഒരു വീടിനകത്ത്. ഒരു കള്ളുകുടിയൻ വീടിനകത്ത് നിന്ന് പാട്ട് പാടുകയാ. ഉമർ തങ്ങൾ പച്ചനെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്ക് കാരണം മതിലങ്ങിട്ട് ചാടി നേരെ പോയിട്ട് ഒളിഞ്ഞു നോക്കി. പടച്ചോനെ, കള്ളു കുടിച്ചിട്ട് നിന്ന് പാട്ട് പാടുന്നു. ഉമർ തങ്ങൾ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറി. ഓനിങ്ങനെ വിറയ്ക്ക. ആരാ നിക്കണത്? ഉമർ തങ്ങൾ ഖലീഫയാ. കള്ളു കുടിച്ചിട്ട് ഇവൻ നിന്ന് വിറയ്ക്ക. പക്ഷെ അവന് ബോധമുണ്ട്. മനസ്സിലാക്കണ്ട, കള്ളുകുടിയനും ബോധമുണ്ടെന്നാ. ആ മനുഷ്യൻ ഉമർ തങ്ങളോട് പറഞ്ഞു, അല്ല ഖലീഫ, ഞാനൊരു തെറ്റ് ചെയ്തു, കള്ളു കുടിച്ചു, എന്റെ വീടിനകത്ത് വെച്ചു പാട്ട് പാടി, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷെ നിങ്ങളോ? ഞാൻ ഒരു തെറ്റ് ചെയ്തുള്ളൂ, കള്ളു കുടിച്ചു. ഞാൻ ആകെ ചെയ്ത തെറ്റെന്താ? ഞാൻ കള്ളു കുടിച്ചു. നിങ്ങളോ? എന്റെ വീടിന്റെ മതിരി ചാടി, ഒളിഞ്ഞു നോക്കി, അനുവാദമില്ലാതെ വീടിനകത്ത് കയറി. ഉമർ തങ്ങള് പടച്ചവനെ പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് വല്ലാതെ വേദനിച്ചു പോയി. കാരണം 3 തെറ്റ് ഞാൻ ചെയ്തല്ലോ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, വീടിന്റെ വാതിലിന് മുമ്പിൽ നിങ്ങൾ നിൽക്കരുത്, മാറി നിൽക്ക്. അത്രയും സൂക്ഷ്മത പുലർത്തണം ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനിയെങ്കിലും പഠിച്ചോ, ഓടിക്കേറി പോകാൻ പറ്റുന്ന സ്ഥലമല്ലാതെന്ന്. വീട്ടിലേക്ക് പോകുന്നവൻ പഠിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് വീട്ടുകാരോട് വെല്ലടിച്ചു അനുവാദം ചോദിക്കണം. മെമ്പറെ, ഞങ്ങളൊക്കെ പിന്നെ പോകുന്നവരല്ലേ, കുഴപ്പമൊന്നുമില്ല, അവരെല്ലാം ഓരോ കാര്യങ്ങൾക്ക് പോകുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുവാദം ചോദിക്കണം, സലാം പറയണം. മുസ്ലിമാണെങ്കിൽ അവരോട് സലാം പറയണം. അൽഹംദുലില്ലാ. അപ്പൊ ആ വീട്ടിലേക്ക് പോകുമ്പോൾ സലാം പറയുക, അനുവാദം ചോദിക്കുക. തന്നാൽ മാത്രം അകത്ത് കയറുക, ഇല്ലെങ്കിൽ തിരിച്ചു പൊക്കൊള്ളുക. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ ബാധ്യത, വിരുന്നുകാർക്ക് വേണ്ട ഒന്നാമതുണ്ടാകേണ്ട മര്യാദ ഇതാണ്. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹാദു തഹാബു. പടച്ചവനെ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഹദീസാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വിരുന്നുകാരൊരു വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ മര്യാദ എന്താ? എന്നാലോചിക്ക്, എന്തായിരിക്കും? പറയടോ കാക്കമാരെന്തായിരിക്കും? ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് പോകുമ്പോ രണ്ടാമത്തെ മര്യാദ എന്താ? നിങ്ങളൊന്നും വിരുന്ന് പോയിട്ടില്ലേ? വിരുന്ന് പോകുമ്പോ കയ്യിലൊരു കവറ് വേണ്ടേ? വേണോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു വീട്ടിലേക്ക് വിരുന്ന് പോകുന്ന സമയത്ത് എന്ത് കൊണ്ടുപോകണം? സമ്മാനങ്ങൾ കൊണ്ടുപോകണം. എന്ന് പറഞ്ഞാ അല്ല, ആപ്പിളും ഓറഞ്ചൊക്കെ മേടിച്ചോണ്ട് പോകണം അല്ലേ? നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നിന് പോകുന്ന സമയത്ത് 2 കയ്യിലും നല്ല കിറ്റുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, വാ, എന്തൊരു സന്തോഷല്ലേ. കവറില്ലെങ്കിലോ? നമ്മൾ പഠിക്കേണ്ടത് ഇത് നിസ്സാരം. പണ്ടത്തെ ആൾക്കാർക്ക് അത്ര ഹദീസ് പഠിച്ചത് മനസ്സിലാക്കണ്ടേ. വെറും കൈയോടുകൂടി ഒരു വീട്ടിലേക്ക് കയറി പോകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുക, ഹദിയ കൊടുക്കുക, എങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സത്യമല്ലേ, പൊതിയുണ്ടെങ്കിൽ പ്രത്യേക സ്നേഹം, പൊതിയില്ലെങ്കിൽ പൊതി. അപ്പൊ വെറും കൈയോടെ പോകരുതെന്നായി പറഞ്ഞതിനർത്ഥം, ഒരു വീട്ടിലേക്ക് പോകുമ്പോ നമ്മളാരെന്നറിയോ? ഒരാള് രോഗം പിടിച്ചു കിടക്ക, ആ പാവപ്പെട്ടവനെ സന്ദർശിക്കാൻ പോകും. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഇരുന്നിട്ട് ആ പാവപ്പെട്ടവന്റെ അടുത്തിരിക്കണം ഓറഞ്ച് പൊളിച്ചു നിന്നവനാണ്. ഓനാരോ മേടിച്ചു കൊണ്ട് കൊടുത്ത മുന്തിരി അവിടെ ഇരിപ്പുണ്ട്, ഇരുന്നിങ്ങനെ പറക്കി തിന്നില്ലേ പടച്ചനെന്ന് ആലോചിക്കുക. അള്ളാഹു നമുക്ക് ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞേ. നമ്മൾ ചിലപ്പോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്നവന്റെ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് ഓറഞ്ച് മുന്തിരി വെച്ചിട്ടുണ്ട്, നമ്മൾ പോയി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാല്ല, എല്ലാം മാറുമണ്ണേ, കുഴപ്പമൊന്നുമില്ല. പാവപ്പെട്ടവ ഒന്നും തിന്നാൻ പറ്റാതെ കിടക്കാം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി ഷൗക്കണ്ണനെ കാണാൻ പോയില്ല കേട്ടോ, ഇന്നലെ പറഞ്ഞാൽ പോണോ, നിങ്ങൾ എല്ലാവരും കറങ്ങി. പാവം, അൽഹംദുലില്ലാഹ്, അവിടെ കിടന്നിട്ട് സമാധാനമില്ല ഇവിടെ വരാത്തതിന്റെ പേര്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്തോ കാല് പഴുക്കുന്നുണ്ട്, കണ്ണിനെന്തോ ചെറിയ പ്രയാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പള്ളിക്ക് എന്തോ സദക്ക വരെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഉദഹയ്യത്തിന് മൃഗം വാങ്ങാൻ ഒന്നാമത് വണ്ടി കയറുന്ന ഞങ്ങാതിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കുമാറാകട്ടെ. അപ്പൊ നബിതങ്ങൾ പറയുകയാ, നിങ്ങൾ എന്ത് ചെയ്യണം? സമ്മാനങ്ങൾ കൊടുക്കണം, ഹദിയകൾ കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണ വീട്ടിൽ പോകുമ്പോ പൊതി കൊണ്ടുപോകൂലേ? കല്യാണ വീട്ടിൽ പോകുമ്പോ എല്ലാവരും പൊതി കൊണ്ടു കൊടുക്കും. എന്തിനാ? അവിടെ നടക്കുന്നത് ആഡംബര കല്യാണമാ, എത്ര ലക്ഷങ്ങൾ പൊളിക്കുന്ന വിവാഹമാ നടക്കുന്നത്. അപ്പോഴും കവറിനകത്തിന് മഞ്ഞ കവറുണ്ടില്ലേ, ഇങ്ങനെ പൊതിഞ്ഞിട്ടൊരു പൈസ കൊണ്ട് കൊടുക്കും. ഈ രോഗം പിടിച്ച് കിടക്കണവനെ പോകുമ്പോ ആരെങ്കിലും ഇത് കൊണ്ടുപോവോ? ഞാനിങ്ങനെ ചിന്തിച്ചുണ്ടായി. ഈ രോഗം പിടിച്ച് കിടക്കുന്ന ഒരു രോഗിയുണ്ടല്ലോ, അവന്റെ സമ്പത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, സമ്പാദിച്ചത് മുഴുവനും ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങിച്ചു ചികിത്സ നടത്തി ആരെങ്കിലും കൊണ്ടു കൊടുക്കാറുണ്ടോ? അപ്പൊ കല്യാണ വീട്ടിലാണ് ഇത് കൊടുക്കൽ ഏറ്റവും അഫ്ളല്. രോഗം പിടിച്ച് കിടക്കുന്നവനാണ് കൊടുക്കൽ ഏറ്റവും നല്ലത്. ചിന്തിക്കടോ, നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പരസ്പരം നിങ്ങൾ സമ്മാനം നൽകുക. എന്തുകൊണ്ടെന്നാൽ സമ്മാനങ്ങൾ നെഞ്ചകത്തെ പകയെ എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ പറയുകയാണ്, നിങ്ങൾ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയ കൊടുക്ക്, സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്ക്. ആ കൊടുക്കുന്നതിലൂടെ ഈ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ഈ പകയുണ്ടല്ലോ, ആ ഒരു ദേഷ്യം, ഒരു വൈരാഗ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ കൊടുക്കുന്ന ഹദിയ, നീ കൊടുക്കുന്ന സമ്മാനം, നീ കൊടുക്കുന്ന ഒരു അംഗീകാരം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പക അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, കാന ഇബ്നു ഹിബ്ബാൻ റഹ്മഹുല്ലാഹ് മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഈ സമ്മാനം സ്നേഹത്തിന് കാരണമാകുമെന്ന. ഇതൊക്കെ കൊടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൊടുക്കൂ, സമ്മാനമൊക്കെ സ്നേഹമുള്ളവരല്ലേ കൊടുക്കൂ. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ പറയുന്നു, സ്നേഹമുണ്ടാകും, വിദ്വേഷങ്ങൾ മാറും. അവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള എല്ലാ വൈരാഗ്യവും ദേഷ്യവും എല്ലാം അറിയിട്ട് സ്നേഹമുണ്ടാകാൻ ഈ ഒരു ഹദിയ കൊടുക്കൽ, ഒരു സമ്മാനം കൊടുക്കൽ കാരണമാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? സലാം പറയണം. 2, അനുവാദം ചോദിക്കണം. അനുവാദം കിട്ടിയ കേറണം, ഇല്ലെങ്കിൽ ജാവോ, പോയേക്കണം. 2 എന്തുകൊണ്ടുപോകണം? പോകുമ്പോ നല്ല ആപ്പിളും ഓറഞ്ചും തണ്ണിമത്തനൊക്കെ, ഏത്തപ്പഴം 5 കിലോ അങ്ങ് മേടിക്കുക, അതാകുമ്പോ ചെറിയ പൈസയുള്ളൂ. ഏത്തപ്പഴം കുറെ അങ്ങോട്ട് മേടിക്കും, 2 തണ്ണിമത്തനും മേടിക്കും. എന്തായാലും മേടിച്ചോ, 2 കവറുണ്ടാകണം. ഇൻഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. 3,
عن ابي هريره رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم اذا دعي احدكم فليجب فان كان صائما فليصلي وان كان مفطرا فليطعم. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഒരാൾ ക്ഷണിക്കപ്പെട്ടാൽ അവനവന് ഉത്തരമാകട്ടെ. അവൻ നോമ്പുകാരനാണെങ്കിലും നീ നോമ്പ് പിടിച്ചിരിക്കുകയാ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവനാ നീ, ഇതെല്ലാവർക്കും അറിയാം. എന്നാലും പടച്ചവനെ നിന്നെ വിളിച്ച ഞാൻ നോമ്പുകാരനാ, വരത്തില്ല എന്നല്ല, നീ പോകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ പോകണം. നോമ്പുകാരനാണെങ്കിൽ അവൻ സ്വലാത്ത് നിർവഹിക്കട്ടെ, അവൻ പ്രാർത്ഥിക്കട്ടെ. നീ പോയി വിളിച്ചു, പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, ദുആ ചെയ്യ്. അൽഹംദുലില്ലാഹ്, ദുആ ചെയ്യാലോ. അവനവരെ പോയി ഇരുന്ന് ദുആ ചെയ്യട്ടെ. നോമ്പുകാരനല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ചു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിച്ചിരിക്കുന്ന നിന്നെ ഒരു വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചു, നീ പോയി അൽഹംദുലില്ലാഹ് ദുആ ചെയ്യ്. പറ്റുമെങ്കിൽ പോ, ഇവിടെ പോ, നീ പോയി ഇരുന്ന് ദുആ ചെയ്യ്. ഇല്ലെങ്കിലോ നീ നോമ്പുകാരനല്ലെങ്കിൽ അവർ തരുന്ന ഭക്ഷണം നീ വാങ്ങിച്ചു കഴിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു സനഅതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഫലമ്മാ വളഅ ഖാല റജുലുൻ അന സായിമുൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക ഇഖ്വതക വതുകല്ലിഫു ലക. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ പ്രവാചകൻ അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി. അത് പറഞ്ഞു, ഞാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. നബി തങ്ങൾക്ക് അവിടെ നിന്ന് പറയുകയുണ്ടായി, നോമ്പുകാരനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, നിന്റെ സഹോദരന് നീ ക്ഷണിച്ചിരിക്കുന്നു, നിന്റെ സഹോദരൻ നിന്നെ ക്ഷണിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു. നിന്റെ അതാ പറഞ്ഞു വന്നതിനർത്ഥം, നമ്മളൊരു വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടുകാർ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു, കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പൊ പറയാം, എനിക്ക് നോമ്പാ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. മുറിക്കാൻ പറഞ്ഞ സുന്നത്ത് നോമ്പാണെങ്കിലും മുറിക്കണമെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ വീട്ടിലേക്ക് വിരുന്നുകാരൻ വന്നപ്പോ വീട്ടുകാർ നല്ലതുപോലെ നീ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല പോയി പോത്തൊക്കെ മേടിച്ച്, രാവിലെ പോയി നല്ല മീനൊക്കെ മേടിച്ച്, ചോറും കറിയും എല്ലാം നിനക്കും നിന്റെ കുടുംബക്കാർക്കും വേണ്ടി റെഡിയാക്കി വെച്ചിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിരിക്കുക. അപ്പോഴാ നീ പോയിട്ട് എന്ത് ചെയ്യുന്നത്? ഭക്ഷണമൊക്കെ എനിക്ക് നോമ്പാന്ന് അദ്ദേഹം പറഞ്ഞു, മുറിക്കണം, നോമ്പ് മുറിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം സുന്നത്ത് നോമ്പാണെങ്കിൽ മുറിക്കണം, എന്നിട്ട് മറ്റൊരു ദിവസം ആ നോമ്പ് പിടിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ മുറിച്ചോണം. നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ നമ്മളോട് പറയൊന്നും വേണ്ട, നമ്മൾ മുറിച്ചോളും. നമ്മളോട് പറയ തന്നെ വേണ്ട. നോമ്പൊക്കെ പോണ വഴി പോലും അറിയില്ല. അള്ളാഹു ഇങ്ങനത്തെ ഹദീസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പഠിച്ചവനെ. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അങ്ങനെ കരുതുന്നവരാ, അത്രയും മടിയന്മാരാ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, നോമ്പുകാരൻ ക്ഷണിക്കപ്പെട്ടാൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല, കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫുഖഹായിന്റെ പണ്ഡിതന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളിച്ചാൽ പോകണം. നോമ്പുകാരനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല, ദുആ ചെയ്യണം. നോമ്പുകാരനല്ലേ, നീ ഭക്ഷണം കഴിക്കണം. ഇനി നോമ്പുകാരനാണ്, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഭക്ഷണം ഉണ്ടാക്കി അവര് തയ്യാറായിരിക്കുമ്പോൾ നീ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, നോമ്പുകാരൻ ഇരിക്കരുത്. അവര് പറഞ്ഞാൽ നീ നോമ്പ് മുറിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ഇങ്ങോട്ട് നോക്ക്, 4 പടച്ച റബ്ബേ, അള്ളാഹു ഈ ഹദീസ് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. عن أبي شريح الكعبي رضي الله تعالى عنه أنه رسول الله صلى الله عليه وسلم قال من كان يؤمن بالله واليوم الآخر. ഇങ്ങോട്ട് നോക്കിയേ, ചിലര് വിരുന്ന് പോയാൽ എത്ര ദിവസം വീട്ടിൽ തങ്ങാൻ പറ്റും? പറയടോ, നമ്മളൊരു വീട്ടിൽ വിരുന്ന് പോയാൽ എത്ര ദിവസം തങ്ങാൻ പറ്റും? ചിലതൊക്കെ പോയി കഴിഞ്ഞാൽ ഇറങ്ങത്തൂലില്ല, പോണില്ലല്ലോ അവിടെ ചില, അല്ലേ? ചിലതൊക്കെ വന്നു കഴിഞ്ഞാൽ പോകില്ല, അല്ലേ? ഇങ്ങനെ ഇരിക്ക. നിങ്ങൾ പഠിക്ക്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു 3 ദിവസം അതിഥിയായി കഴിയാം. എത്ര ദിവസം? 3 ദിവസമാണ് അതിഥിയായി കഴിയൽ പരിഗണിക്കുക. അവരെ സൽക്കരിക്കാം. വന്നവർക്ക് 3 ദിവസം വരെ എൻ്റെ വീട്ടിൽ വന്ന അതിഥി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സൽക്കരിക്കുകയും അവരെ നല്ല നിലയിൽ കാണുകയും അവർക്ക് ആ 3 ദിവസമാണ് അതിഥി എന്ന് പറയുന്ന ഒരു സ്ഥാനമുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ചു മര്യാദകളിൽ പെട്ടതാണ് 3 ദിവസമാണ് ഒരു വീട്ടിൽ വിരുന്ന് പോയി നിൽക്കേണ്ടത്. മാക്സിമം എത്ര ദിവസം? ഇന്ന് പോണ്ടെന്ന്, നാളെ പോകാം. ഒരു സ്നേഹം കൊണ്ട് പറയും, ഇത്ര ഒരു വന്നില്ല, ഇന്ന് പോണ്ട, നാളെ പോകാം. വേണ്ട, നാളെ പോണ്ടെന്ന്, ഒറ്റനാൾ പോകാം. പിന്നെ അവര് പറയും, നീ പോന്നില്ലേ? ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം. നീണ്ട് പോകാം. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതിഥി ആതിഥേയനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. ഒരിക്കലും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അബൂ ശുറൈഖ് അൽ കഅബി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ആര് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് നബിയനാ റസൂലുള്ളാഹി. അങ്ങനെ ആര് അല്ലാഹുവിനെയും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് പറയുന്ന മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ അതിഥി അവൻ ആദരിക്കട്ടെ. ഒരു രാവും പകലും നൽകുന്ന സൽക്കാരം തന്നിൽ നിന്നുള്ള സമ്മാനമാണെന്ന് നബിയനാ റസൂലുള്ളാഹി. ഒരു രാവും പകലും അൽഹംദുലില്ലാ വീട്ടിൽ വന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവന്റെ താമസം സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കുക, അത് സമ്മാനമാണ്. എന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ആ വന്ന ആതിഥേയൻ പരിഗണന 3 ദിവസം, അത് കഴിഞ്ഞാൽ നൽകുന്ന സൽക്കാരത്തിന് സദഖയുടെ പ്രതിഫലമുള്ള നബിയനാ റസൂലുള്ളാഹി. 3 ദിവസത്തെ ഭക്ഷണത്തിന് പ്രത്യേക പരിഗണനയാണ്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ സദഖയുടെ കൂലിയുള്ളൂ കേട്ടാ. അപ്പൊ അതുകൊണ്ട് 3 ദിവസത്തിൽ കൂടുതൽ കയറി ബുദ്ധിമുട്ടിക്കരുത്. എന്റെ വയത് കേൾക്കണ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഒരു വീട്ടിൽ പോയാൽ 3 ദിവസത്തിൽ കൂടുതൽ, ചിലപ്പോൾ അത് കുടുംബക്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റത് വേറെ, ഞാൻ പറയുന്നില്ല, സ്നേഹബന്ധം വല്ലപ്പോഴും. ഇപ്പൊ ഞാനൊക്കെ തന്നെ തിരുവനന്തപുരം പത്തനാപുരത്ത് കിടക്കണ, ഞാൻ പാലക്കാട്ട് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോകുന്നത് വല്ലപ്പോഴും ഒന്ന് പോണേ, വല്ലപ്പോഴും ഒന്ന് പോണേ. ഒരാഴ്ച ഇവിടെ നിൽക്കെന്ന് പറഞ്ഞവരെ പിടിക്കുമ്പോ അങ്ങനെയില്ല, വല്ലപ്പോഴും പോകുന്ന പോലെയല്ല. ചിലര് വന്നു കഴിഞ്ഞാൽ കയറിപ്പോ വീട്ടുകാർ തന്നെ ആഗ്രഹിക്കും ഒന്ന് പോയിരുന്നെങ്കിൽ പടച്ചവനെ. അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ പറയാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. എങ്ങനെ പറയും? വീട്ടിൽ വന്ന ഒരാളോട് നിങ്ങൾ പോകുന്ന പറയും, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് 3 ദിവസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ നിൽക്കരുത് അതിഥിയായിട്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5-ാമത്തെ കാര്യം, ക്ലോക്കിൽ നോക്കണ്ട, നിർത്താറായി. 5-ാമത്തെ കാര്യം, ക്ഷണിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളെന്താ ചിരിക്കണേ? ക്ഷണമില്ലാത്ത വിരുന്നിൽ നിന്ന് നീ ഭക്ഷണം കഴിക്കരുത്. ആര്? മഹാനായ നബിയനാ റസൂലുള്ളാഹി. 2 പേരിപ്പോ കല്യാണം വിളിച്ചു. ഉദാഹരണം ഞാൻ ഹദീസ് തന്നെ പറയാം. ഇപ്പൊ കല്യാണം വിളിച്ചു, അളിയ നീ കൂടെ വാടാ, വണ്ടിക്കകത്ത് സ്ഥലമുണ്ടോ, എല്ലാം പോവാ. അങ്ങനെ ആകെ ഒരാളെ കല്യാണം വിളിച്ചുള്ളൂ. പോകുമ്പോ എല്ലാത്തിനും വഴി കാണുന്നവനെ കൂടെ വിളിച്ച്, എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിളിച്ചതുപോലെ കേറിക്കോ, വിളിച്ചു കയറ്റിക്കൊണ്ട് പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ അബി മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു തആല ഖാല കാന മിനൽ അൻസാരി റജുലുൻ യുഖാലു ലഹു അബൂ ശുഐബ്. നബി തങ്ങൾ ഹദീസ് പറയുകയാണ്, വകാന ലഹു ഗുലാമുൻ ലഹാമുൻ ഫഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കൽ അബൂ മസ്ഊദ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് പറയുക, അൻസാരികളിലെ അബൂ ശുഹൈബ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ അടിമയോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, അതിന് എനിക്കും മറ്റു 4 പുരുഷന്മാരോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിനെയും ക്ഷണിക്കണം. 4 പേര്, അതിനോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി. വിരുന്നുകാരുണ്ട് 5 പേര്, നബിതങ്ങളുണ്ട്, അതുപോലെ 4 പേര് വേറെയുണ്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ 4 ആളുകളെ ക്ഷണിച്ചു. 4 ആളുകളെയാണ് ക്ഷണിച്ചത്. എങ്കിൽ ഇവര് വരുന്നത് കണ്ടപ്പോ വേറൊരാൾ കൂടെ പുറകെ വന്നു. ഇത് ഹദീസ. വേറെ ഒരു മനുഷ്യൻ കൂടെ പുറകെ വന്നു. മറ്റൊരാൾ അവരെ പിന്തുടർന്നു. ആതിഥേയന്റെ വാതിൽ വരെ എത്തി, വീടിന്റെ റൂമിന്റെ വാതിലിന്റെ മുന്നിലെത്തി. ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 അതിഥികളിൽ ഒരാൾ നിങ്ങൾ വിളിക്കപ്പെടാത്ത ആളാ.
ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന 5 പേരിൽ ഒരാൾ നിങ്ങൾ വിളിക്കപ്പെടാത്ത ആളാണ്. നിങ്ങൾ അനുവാദം കൊടുത്താൽ അദ്ദേഹം അകത്തേക്ക് കയറി ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകും. മഹാനായ നബിയന റസൂലുള്ളാഹി മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ വന്നിരിക്കുന്ന 5 പേരിൽ ഒരാൾ വിളിക്കാത്ത ആളാണ്. നിങ്ങൾ അനുവാദം കൊടുത്താൽ, ഇഷ്ടത്തോടുകൂടി നിങ്ങൾ സമ്മതം കൊടുത്താൽ അദ്ദേഹം വീടിനകത്ത് കയറി ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ പറയുന്നു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹാബി പറയുകയാ, അദ്ദേഹത്തെയും വീട്ടുകാരെ വിളിച്ചു കയറ്റി, എന്നിട്ടാണ് അദ്ദേഹം അകത്ത് കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ പടച്ചവനെ ആഡിറ്റോറിയം കണ്ട, സ്കൂളിനടുത്ത് ആഡിറ്റോറിയം ഉണ്ടെങ്കിൽ പിന്നെ വിളിയൊന്നും വേണ്ട, ഉച്ചഭക്ഷണത്തിന് ഓടിക്കേറും. പടച്ചറബ്ബ ഒഴിഞ്ഞ വയറുമായി പോകും, മോഷ്ടിച്ച ഭക്ഷണവുമായിട്ട് തിരിച്ചു വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലേ, പണ്ട് സ്കൂളിനടുത്തൊക്കെ ആഡിറ്റോറിയം ഉണ്ടെങ്കിൽ കാവല് നിൽക്കും ആൾക്കാർ, കാരണം ഭക്ഷണം തികയാറില്ല. എല്ലാവരും വന്ന് കഴിക്കുക, അങ്ങനെ കഴിക്കാൻ പാടില്ല. വിളിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കരുത്. അതുകൊണ്ട് ആ ഹദീസ് പറഞ്ഞത്, ഒഴിഞ്ഞ വയറുമായി പോയി മോഷണം നടത്തിയിട്ട് വരും. അത് മോഷണമല്ലേ? മോഷണമല്ലേ? മാങ്ങ പൊട്ടിക്കുന്നത് മാത്രമല്ല മോഷണം, സ്വർണം മോട്ടിക്കുന്നത് മാത്രമല്ല. ഇന്നലെയും എല്ലാം കണ്ട് ഒരു രണ്ട് മൂന്ന് ചെറുപ്പക്കാർ പൈസ മോട്ടിച്ച കഥ കണ്ടില്ലേ? പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാഹു അലം, എവിടെ വെച്ചിരിക്കണേന്ന് ആലോചിച്ച് വയ്ക്കുക. ഹോസ്പിറ്റലിൽ വന്നെടുക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 കാര്യങ്ങളാണ് പഠിച്ചത്. 5ാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കരുത്. പിന്നെ അവർ സന്തോഷത്തോടെ വിളിച്ച് അനുവാദം തന്നാലൊഴികെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യ്. നിങ്ങളുടെ വീട്ടിലേക്ക് പോയി അതിഥിയായി നിങ്ങൾ പോയി ഒരു സൽക്കാരത്തിന് പോയി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ തഈമൻ അത്അമന വസ്ഖീമൻ സഖാന. ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാഹ്, വെള്ളം കുടിക്കാൻ തന്നു, ഭക്ഷണം കഴിക്കാൻ തന്നു, എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ദുആ പഠിച്ചത്. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ എനിക്ക് ഭക്ഷണം കഴിപ്പിച്ചയാളെ നീയും ഭക്ഷണം കഴിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്നെ പാനീയം കുടിപ്പിച്ച ആളെ നീയും പാനീയം കുടിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ തഈമൻ അത്അമനി വസ്ഖീമൻ സഖാനി അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും ഫഗ്ഫിർ ലഹും വർഹംഹും. ദുആ ചെയ്യണം അവർക്ക് വേണ്ടി. നമുക്ക് ഭക്ഷണം തന്നവർ, നമുക്ക് കുടിക്കാൻ പാനീയം തന്നവർ, നമുക്ക് താമസിക്കാൻ അവസരമൊരുക്കി തന്നവർ, പടച്ചവനെ നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എങ്ങനെയാണ് പടച്ചവനെ? അല്ലാഹുമ്മ തഈമൻ തുഅമനി വസ്ഖീമൻ സഖാനി. അല്ലാഹുവേ, എനിക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ തമ്പുരാനെ. എന്നെ കുടിപ്പിച്ചവർക്ക് നീ കുടിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ അവർക്ക് നൽകിയ ഭക്ഷണത്തിൽ അവർക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാ. നീ ബറക്കത്ത് നൽകണേ അല്ലാ. നീ റഹ്മത്ത് നൽകണേ അല്ലാ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. നിനക്ക് ഭക്ഷണം കഴിക്കാൻ തന്നവർക്ക്, നിനക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു തന്നവർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യലു നിന്റെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണശേഷം ആതിഥേയന് പ്രയാസമുണ്ടാക്കുന്ന തരത്തില് അവിടെ തങ്ങരുതെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ നിൽക്കാൻ പാടുണ്ടോ? പാടില്ല. നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ പോയി ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാഹ്, വിളിച്ചു, ദുആ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, പിന്നെ നിൽക്കാൻ പാടുണ്ടോ? പ്രയാസപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബിയ്യ ഇല്ലാ അയ്യുദന ലക്കും ഇലാ തുആമിൻ غير ناظرين. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, സത്യവിശ്വാസികൾ ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്.
ജൽബാധം കിട്ടിയാൽ മാത്രം കയറണം, വിളിച്ചാൽ പോയിരുന്നു ഭക്ഷണം കഴിക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എവിടെ നിന്ന് പറഞ്ഞു വന്നത്? വിളിച്ചു, നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു പോകണം. മറ്റൊരു ഹദീസിൽ കാണാം, ഇപ്പൊ ചോദിക്കൂ ഉസ്താദേ, അമുസ്ലിമായ ഒരു സഹോദരൻ വിളിച്ചാ പോകണോ? ഹൈന്ദവർ ഇവിടെ ഉണ്ട്, കല്യാണത്തിന് വിളിക്കുന്നു, പോകാവോ? ക്രിസ്തുമത വിശ്വാസികൾ വിളിക്കുന്നു, പോകാവോ? മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന യഹൂദിയൻ ദഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഖുബ്സിൻ ശഈരിൻ വ ഇഹ്ലാ. അവിടെന്ന് പറയുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു ജൂതനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. ഗോതമ്പ് റൊട്ടിയും ഒരു മണമുള്ള നെയ്യും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുക്കിയിട്ടാണ് വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റൊട്ടിയും നെയ്യും ഒരുക്കി വെച്ചിട്ട് ക്ഷണിച്ചു. നബിതങ്ങൾ പോയി എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങൾ പോയില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അവരെ ഒഴിവാക്കണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം? എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം നാം പഠിക്കേണ്ടത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ 5 കടമകളാണ്. ആ 5 കടമകളിൽപ്പെട്ട ഒരു കടമയാണ് വിളിച്ചാൽ പോകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പോകുന്നവന് നിർബന്ധമായി അവന്റെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട, ഒരു വീട്ടിലേക്ക് വിരുന്നുകാരായി പോകുമ്പോൾ ആ വീട്ടിലേക്ക് പോകുന്ന ആ മനുഷ്യന് വേണ്ട ഒന്നാമത്തെ ഗുണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് സലാം പറയണം, 2 വീട്ടുകാരോട് അനുവാദം ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത്. വിരുന്ന് പോകുന്ന സമയത്ത് അത് ഭാര്യയുടെ ആണെങ്കിലും കൂടപ്പുറപ്പിന്റെ വീട്ടിലേക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊതികളൊക്കെ വാങ്ങി സമ്മാനങ്ങളുമായി കടന്നു പോകുക. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പുകാരനാണ്, ക്ഷണിക്കപ്പെട്ടാൽ പോകണം. അൽഹംദുലില്ലാ, ഭക്ഷണം കഴിക്കുന്നല്ല, നോമ്പുകാരനാണെങ്കിലും പോകണം. ഇനി നിനക്ക് വേണ്ടി അവർ ഭക്ഷണം തയ്യാറാക്കി പ്രയാസപ്പെട്ടിരുന്നാൽ നീ ആ നോമ്പ് മുറിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ 3 ദിവസത്തിൽ കൂടുതൽ വിരുന്നുകാരായി വീടിനകത്ത് കഴിച്ചുകൂട്ടി ആ പാപങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷണിക്കപ്പെടാത്ത മജ്‌ലിസിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ അള്ളാഹുവേ, നിനക്ക് ഭക്ഷണം തന്ന ആ വീട്ടുകാർക്ക് വേണ്ടി നീ ദുആ ചെയ്യണമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ മര്യാദകളൊക്കെ പാലിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും പിഴവുകളോ ന്യൂനതകളോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ചറബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും നേരം പറഞ്ഞത് ഒരു വീട്ടിലേക്ക് പോകുന്ന അതിഥി പാലിക്കേണ്ട കടമ. ഇനി വീട്ടുകാരൻ പാലിക്കേണ്ട കടമകൾ എന്താ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 വേണമല്ലോ, 2 വേണ്ടേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പോകുമ്പോ എന്താ പറഞ്ഞപ്പോ, വീട്ടിൽ പോയി സലാം പറയണം, അനുവാദം ചോദിക്കണം, പൊതി മേടിച്ചോണ്ട് പോകണം. ഇതൊക്കെ പോകുന്നവൻ ഇത്രയുണ്ടെങ്കിൽ ആ വീട്ടുകാരനും തിരിച്ചു ബാധ്യതയില്ലേ? ഉണ്ടോ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച പോരെ? അടുത്ത വെള്ളിയാഴ്ച പോരെ? എല്ലാം കൂടെ അങ്ങോട്ട് താങ്ങത്തില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച സമയം ഇൻഷാ അല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് കുഴപ്പം ഇരിക്കൂലേ? അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് രാത്രി എത്രാം തീയതിയാപ്പോ? അടുത്ത വെള്ളിയാഴ്ച വേണോ? അടുത്ത ശനി ഞായറും വേദന എനിക്ക് 11 12 പ്രസംഗമുണ്ട് എനിക്ക്. 2 ദിവസം വയതുമുണ്ട്. 3 ദിവസം അങ്ങ് പോയി കിട്ടും. ശരി, ഇൻഷാ അല്ലാഹ്. പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പണിക്കാരൊക്കെ വന്നിട്ട് ചോദിക്കണം, ഉസ്താദെ നാളെ പോവാ. ഞങ്ങൾ പോയവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല, ഇവിടുന്ന് പോയവർക്ക് കൊടുത്തിട്ടില്ല. നാളെ 3 പേര് പോകുന്നു, എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ? പിന്നെ വന്നിട്ട് പറയുന്നു, ഉസ്താദെ ഭക്ഷണം കഴിക്കുന്ന പോലെ പാവങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങേണ്ട പൈസ. ഇത്രയും പരിതാപകരമായ അവസ്ഥയിലാണ് പോകുന്നത്. അല്ലാഹു അഅലം. പടച്ചവൻ അതിനൊരു പരിഹാരം നൽകി അനുഗ്രഹിക്കും.